വണ്ടർഫുൾ മൗണ്ടൻ എന്നാണ് ആരവല്ലി അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളിലൊന്ന്. രാജസ്ഥാനിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലിയുടെ കീഴിലാണ്. താർ മരുഭൂമിയിലെ ചൂടും മരുഭൂമിയുടെ വിസ്തൃതിയും അഫ്ഗാൻ പഷ്തൂൺ ചൂടുകാറ്റുമെല്ലാം തടഞ്ഞു നിർത്തുന്നതും ആരവല്ലിയാണ്. പശ്ചിമഘട്ടം കേരളത്തെ പച്ചപ്പും മഴയുമുള്ള ദേശമാക്കാൻ സഹായിച്ചുവോ അതുപോലെ. രണ്ട് മലകൾക്കിടയിൽ 500 മീറ്ററിൽ ഇടവിസ്തൃതിയുണ്ടെങ്കിൽ മാത്രമേ ആരവല്ലിയുടെ ഭാഗമായി ഇനി കണക്കാക്കപ്പെടൂ. കുന്നുകളുടെ ഉയരം 100 മീറ്ററായി പുതുക്കി നിശ്ചയിച്ചു. കാലാന്തരങ്ങളുടെ ഇറോഷൻ മൂലം മലകളുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല മേഖലകളും ഈ നിർവചനത്തിന് പുറത്തു കിടക്കും. അനിയന്ത്രിതമായ നിർമ്മാണത്തിനോ ഖനനത്തിനോ പുതിയ നിർവചനം കാരണമാകും എന്നതാണ് പരിസ്ഥിതിവാദികളുടെ ആശങ്ക. പുതിയ നിർവചനപ്രകാരം 90% കുന്നുകൾ നിയന്ത്രണങ്ങൾക്ക് പുറത്താകുമെന്നാണ് പരിസ്ഥിതിവാദികളുടെ ആശങ്ക. കുന്നുകൾ ആരവല്ലിയുടെ ഭാഗമായിരുന്നത് പുതിയ നിർവചനപ്രകാരം 1000 മലകൾ മാത്രമായി ഇനി ഉൾപ്പെടുന്നു. എന്നാൽ നിർവചനം പുതുക്കിയെങ്കിലും നിർമ്മാണാനുമതിയോ ഖനനാനുമതിയോ ഇല്ലെന്നാണ് സർക്കാർ വാദം. 1,47,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആരവല്ലിയുടെ 2% മാത്രമേ ഖനനം ചെയ്യാനാകൂ എന്നാണ് പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞത്. രാജസ്ഥാനിൽ 7 വർഷത്തിനിടെയുണ്ടായ അനധികൃത ഖനന FIRകളുടെ എണ്ണം 7173 ആരവല്ലി ജില്ലകളിൽ മാത്രം ഇത് 4181 7 വർഷത്തിനിടെ 71,322 അനധികൃത ഖനന കേസുകളുണ്ടായി. 40,175 കേസുകൾ ആരവല്ലി ജില്ലകളിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 5 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിലെ കണക്കുകളും 2 വർഷത്തെ BJP സർക്കാരിൻ്റെ കണക്കുകളും താരതമ്യം ചെയ്ത് നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തുകയാണിപ്പോൾ. ആരവല്ലി ബെൽറ്റിൽ രാജസ്ഥാനിൽ മാത്രം 20 ജില്ലകളുണ്ട്. രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂളിയുടെ സഭാചോദ്യത്തിന് മറുപടിയായി 2024 ഖനന മാഫിയ കൊന്നൊടുക്കിയത് 319 ഉദ്യോഗസ്ഥരെ തൊഴിലാളികളെയാണെന്നും 93 ആക്രമണങ്ങൾ നടന്നെന്നും സർക്കാർ തന്നെ പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം അനധികൃത ഖനനത്തിന് 3736 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1415 പേർ ഗെഹ്ലോട്ട് സർക്കാരിൻ്റെ കാലത്തും 300 പേർ ഇപ്പോഴത്തെ ശർമ്മ സർക്കാരിൻ്റെ കാലത്തുമാണ്. ആരവല്ലി ജില്ലകളിലെ മാത്രം കണക്കാണിത്. രാജ്യത്ത് പലയിടത്തും പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. മരുഭൂമീകരണം തടയുന്നതിലും ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്നതിലും ഈ മേഖലയിൽ ആരവല്ലി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നിരിക്കെ പുതിയ നിർവചനം ഇതിനെയെല്ലാം ദുർബലപ്പെടുത്തുമെന്ന് പീപ്പിൾ ഫോർ ആരവല്ലീസ് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ ജീവരേഖ അതിനെ ബാധിക്കും എന്ന ആശങ്കയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും പരിസ്ഥിതി സെക്രട്ടറിയുടെ കീഴിലുള്ള കമ്മിറ്റി നിർദ്ദേശിക്കുകയും നവംബർ 20 സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്ത പുതിയ നിർവചനം രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, ഡൽഹി സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂരൂപങ്ങളുടെ സംരക്ഷണത്തിനാണോ നാശത്തിനാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു. അത് സംഭവിക്കും, അല്ലെങ്കിൽ ആരവല്ലിയെ സംരക്ഷിക്കാനുള്ള പുതിയ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.